നമസ്കാരം. പലർക്കുമുള്ളൊരു ചോദ്യമാണ് മനുഷ്യൻ്റെ 7 ചക്രങ്ങളും ഈ ഡിവൈൻ വർഷിപ്പും തമ്മിലുള്ള ബന്ധം. ചക്രങ്ങളെന്ന് പറയുമ്പം മനുഷ്യ ശരീരത്തിൽ സജീവമായി തന്നെ സാധന ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ പ്രവർത്തിക്കുന്ന 6 ചക്രങ്ങളാണ്. മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പൂരകയും അനാഹതയും വിശുദ്ധിയും. ആജ്ഞ, സഹസാര എന്ന് പറയുന്ന 2 ചക്രങ്ങൾ കുറച്ചുകൂടി ദൈവിക തുല്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ 2 ചക്രങ്ങളിലെത്തുമ്പം സത് ചിത് ആനന്ദം എന്ന് പറയുന്നൊരു സ്റ്റേറ്റിലായിരിക്കും ഓരോ സാധകരും കടന്നു പോകുന്നത്. വെച്ചാൽ നിർവികൽപ്പ സമാധി അവസ്ഥ. അതിൻ്റെ ഒരു സ്റ്റേറ്റിലെത്തിക്കഴിയുമ്പം പിന്നെ നോട്ട് വർഷിപ്പ്, ഒരു വർഷിപ്പിൻ്റെയും പ്രാധാന്യമില്ല. ബാക്കിയുള്ള വിശുദ്ധി വരെയുള്ള ചക്രങ്ങൾ, ഇപ്പം യോഗശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തി വിശുദ്ധി വരെ സാധന ചെയ്ത് പോകുന്നതാണെങ്കിൽ ആ സാധന മധ്യത്തിൽ വല്ലതും മരണപ്പെട്ടു പോയാലും വീണ്ടും ഈ മദർ നേച്ചർ എന്ത് ചെയ്യും? അവരെ ആ സാധന പൂർത്തീകരിച്ച് ആജ്ഞയും സഹസാരയും തുറക്കപ്പെടുവാനായിട്ട് വീണ്ടും ഇവിടെ വരുത്തുമെന്നാണ് പറയുന്നത്. ആ സെയിം സാധന കണ്ടിന്യൂ ചെയ്യാനായിട്ട്. പക്ഷെ മനസ്സ് തിരിച്ചറിയുന്നിടം വരെ. അപ്പം ആജ്ഞയിലും സഹസാരയിലും പ്രത്യേകിച്ച് ആ സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ വെച്ചാൽ ആജ്ഞ സഹസാര എന്ന് പറയുന്നത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ളൊരു ചക്രമാണ്. സഹസാര എന്ന് പറയുന്നത് നമ്മുടെ സമാധിയിലാണ് നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഒരു സ്റ്റേറ്റിനെ, ആ ബോധത്തിനെ അനുഭവിച്ചറിയാൻ പറ്റുന്നത്. ആജ്ഞയും ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ വർഷിപ്പിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും തന്നെ ഇല്ല. ബാക്കിയുള്ള ചക്രങ്ങളെല്ലാം തന്നെ നോക്കൂ, നമ്മളോട് ഇപ്പം പറയുകയാണ് മൂലാധാര ചക്രം ഇന്ന കളറിൽ തിളങ്ങുന്ന ആ ചക്രത്തിലൊരു വലിയൊരു എഫക്റ്റ് ഉണ്ടാവുന്നു, അവിടെ ഒരു വലിയ ചൂട് വരുന്നു, തണുപ്പ് വരുന്നു, അതിങ്ങനെ പ്രകാശിക്കുന്നു എന്നൊന്നും പറയുന്നതല്ല ചക്രത്തിൻ്റെ തലമെന്ന് പറയുന്നത്. ഒരു മെഡിറ്റേഷനല്ല ഒരിക്കലും ഓരോ ചക്രങ്ങളും. അതിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഒറ്റ ഡയമെൻഷനിലൊരു എനർജിയാണ് അവിടെ വരുന്നത്. അതിന് നമ്മുടെ ഉത്ബോധം, നമ്മുടെ ആത്മബോധമാണ് അതിനെ അനുഭവിച്ചറിയുന്നത്. അവിടെ വാക്കിനൊരു പ്രശസ്തിയില്ല. പഞ്ചേന്ദ്രിയങ്ങൾ പൂർണ്ണമായിട്ടും ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു തലത്തെ അനുഭവിക്കുന്ന ക്രമീകരണമാണ് എപ്പോഴും ചക്രങ്ങളുടെ കാര്യത്തിൽ. ഇപ്പം നമുക്ക് ഡിവൈൻ വർഷിപ്പ് വേണ്ടത്, ഇപ്പം മുരുകനെ നോക്കുമ്പോൾ സ്വാധിഷ്ഠാന ചക്രമാണ്, ദേവിയെ നോക്കുമ്പോൾ മൂലാധാരയാണ്, അതേപോലെ തന്നെ കൃഷ്ണനെ നോക്കുമ്പം അനാഹതയാണ്, വിശുദ്ധി നോക്കുമ്പം കാലഭൈരവനാണ്, മണിപ്പൂരക നോക്കുന്ന സമയത്ത് കാളിയെ പോലുള്ള ദേവികളാണ്, ഉഗ്രമൂർത്തികൾ വരും. കുറച്ചുകൂടും വീര്യത്വം അമരത്വം ഒക്കെ കൂടി ചടങ്ങുന്ന ചക്രമായതുകൊണ്ട് അപ്പം ഓരോ ചക്രങ്ങളിലും അതാത് രീതിയിലുള്ള വർഷിപ്പ് ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുന്നത്. എപ്പോഴും ചക്രങ്ങളെന്ന് പറയുമ്പം ഇടയും പിങ്കളയും ഒരേ സമയം, പ്രാണൻ ഒരേ സമയം സഞ്ചരിക്കുന്ന സമയത്ത് മാത്രമേ ചക്രങ്ങൾ തുറക്കപ്പെടുന്നുള്ളൂ. അപ്പം ആ ഒരു ക്രമീകരണത്തിൽ നമ്മൾ സാധന പരിശീലിക്കണമെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് ചെയ്യുന്നതല്ല ധ്യാനം. ആ രീതിയിലൊരു ഡിവൈൻ ഫോമിൽ തന്നെ മന്ത്രം കൊണ്ടേ നമുക്ക് തന്ത്രമാവുന്ന ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചക്രങ്ങളിലുള്ള താന്ത്രിക രീതിയിലുള്ള ആ ജോമെട്രി കറക്റ്റായിട്ട് വരുന്ന സമയത്താണ് നമ്മുടെ ചക്രങ്ങൾ പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു തലത്തിലേക്ക് ഉയരുന്നത്. എന്നാൽ മാത്രമേ നമുക്കൊരൊറ്റ ശ്വാസത്തിൽ നമുക്ക് പ്രത്യാഹാരയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നമ്മുടെ 5 പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും ആ സുപ്രീം കോൺഷ്യസിലേക്ക് നമുക്ക് ലയനം ചെയ്യുവാനും ആ ഒരു ആനന്ദത്തെ അനുഭവിച്ചറിയാനും ഒരൊറ്റ ബ്രീത്തിൽ മതി. നിങ്ങളുടെ ആജ്ഞ വരെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ ആ പ്യുവർ കോൺഷ്യസിലേക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ. ആ ഒരു രീതിയാണ് എപ്പോഴും ചക്രങ്ങളും ഡിവൈൻ വർഷിപ്പും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം.